എല്ലാവർക്കും നമസ്കാരം. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. നല്ലൊരു ഇൻഫർമേഷൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും DGP-യോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് 2-3 ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തിന്റെ കോട്ടയത്തിൽ ഒരു വിദ്യാർത്ഥി റാഗിങ്ങിന് ഇരയായ വിഷയം, അതിന്റെ വീഡിയോസുകളൊക്കെ നമ്മളെല്ലാവരും കേരളവും ഇന്ത്യയും ലോകവും ഒരുപാട് ലക്ഷോപലക്ഷം ആളുകൾ കണ്ടതാണല്ലോ അല്ലെ. എല്ലാവർക്കും അറിയാം, ഒരുപാട് സ്കൂളുകളിൽ റാഗിംഗ് നടക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഹോസ്റ്റലുകളിലും ഈ പറയുന്ന സീനിയോറിറ്റിയുള്ള വിദ്യാർത്ഥികളുടെ ഈ 1ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയുള്ള റാഗിംഗ് മൂലം ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടി, ഒരുപാട് പേരുടെ ജീവൻ പോലും പോയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ TV ചാനലുകളിലൂടെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലം ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളൊക്കെ പല മീഡിയകളിലൂടെയും കണ്ടതാണ്. ഇതിനൊക്കെ ഒരു അറുതി വരണം സഹോദരന്മാരെ. ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ടാവണം ബഹുമാനപ്പെട്ട ഗവൺമെന്റ്, പോലീസെ. അതുകൊണ്ട് പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പോലീസ് മേധാവി കൂടിയായ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ DGP-യോടും പറയാനുള്ളത്, കേരളത്തിന്റെ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ കോളേജുകളിലും അതുപോലെ തന്നെ ഓരോ പ്രൈവറ്റ് കോളേജുകളിലും അതുപോലെ തന്നെ ഹൈസ്കൂളുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും പോലീസ് അന്വേഷണം നടത്തണം. അതായത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ഹോസ്റ്റലുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തണം. ഓരോ ഹോസ്റ്റലിൽ, ഗവൺമെന്റ് ഹോസ്റ്റലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്റ്റലായിക്കോട്ടെ, ആ ഹോസ്റ്റലിൽ എത്ര പേരാ പഠിക്കുന്നത്, അവരെ എല്ലാവരെയും കൂടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നല്ല രീതിയിലുള്ള ആളുകൾ, അധികാരികൾ, പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ പോലീസിലെ നല്ല അധികാരി, SHO പോലെയുള്ള, സബ് ഇൻസ്പെക്ടർ പോലെയുള്ള, ബഹുമാനപ്പെട്ട DYSP പോലെയുള്ള ഒരുപാട് നല്ല അധികാരികളുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി ചോദിച്ചറിയണം. ഏതെങ്കിലും വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവർ നല്ലപോലെ രംഗത്ത് വരാൻ വേണ്ടി നല്ല ധൈര്യം പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്ന പോലീസിന് ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ മക്കളാണ് അല്ലെ. പോലീസുകാരുടെ മക്കളുണ്ടാകാം, അധികാരികളുടെ, രാഷ്ട്രീയക്കാരുടെ, എന്റെ എല്ലാവരുടെയും മക്കളും ഈ പറയുന്ന ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നുണ്ടല്ലേ. ഭാവി തലമുറകളാണ് അവരൊരിക്കലും ഇല്ലാതാവരുത്, അവരൊരിക്കലും ജീവൻ നഷ്ടപ്പെടുത്തരുത്, അവരൊരിക്കലും മാനസികമായി ബുദ്ധിമുട്ടരുത്. ഒരുപാട് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായിക്കൊണ്ട് അവരുടെ ജീവിതം പോലും ഇല്ലാതാവുമ്പോ ആ വിദ്യാർത്ഥിയുടെ ജീവിതം മാത്രമല്ല ഇല്ലാതാവുന്നത്, ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ സ്വന്തം വീട് പണയം വെച്ചും, വീട് വിറ്റും, സ്ഥലം വിറ്റും, സ്വർണം വിറ്റും, പണയം വെച്ചും, പലിശക്കെടുത്തും, കടം വാങ്ങിയും, പിച്ചയെടുത്തിട്ട് വരെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. സഹോദരന്മാരെ, സങ്കടമുണ്ട് ഗവൺമെന്റ്, സങ്കടമുണ്ട് പോലീസെ. ഇതിനൊക്കെ ഒരു അറുതി വരണ്ടേ അല്ലേ. ഓരോ രക്ഷിതാക്കളുടെയും മനസ്സിനകത്ത് തീയാണ്, നെഞ്ചിൽ തീയാണ്. ഇപ്പൊ കണ്ടില്ലേ കോട്ടയത്ത് റാഗിംഗ് നടന്നത് എങ്ങനെയാണെന്ന്. ഒരു വിദ്യാർത്ഥിക്കെതിരെ ഞാൻ പറയുന്നില്ല, ആ വളരെ മോശമായ രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ഒരു സീനിയോറിറ്റി വിദ്യാർത്ഥികൾ അല്ലേ. ഇവരൊക്കെ ആ ഒരു പയ്യനെതിരെ റാഗിംഗ് ചെയ്തത് വീഡിയോ നമ്മൾ കണ്ടതല്ലേ. ഞാനടക്കം അതിനെതിരെ പ്രതികരിച്ചതാണ്. കേരളത്തിലെ ഓരോ ജനങ്ങളും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പ്രതികരിച്ചതാണ്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതാണ്. റാഗിങ്ങിന് ഒരു അന്ത്യം വേണം. അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും ഗവൺമെന്റ് കോളേജുകളിലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നടത്തണം. അത് ഒരു നല്ല മീറ്റിംഗ് വെക്കണം. ഒരു സ്കൂളിൽ 3000 പേരുണ്ടെങ്കിൽ 10, 250, 500 പേരെ തരംതിരിച്ചുകൊണ്ട് അവരുടെ പരാതികൾ കേൾക്കണം, വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കണം. ഉന്നത അധികാരിയുടെ നേതൃത്വത്തിലായിരിക്കണം ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടത്. എന്നിട്ട് ഈ വിദ്യാർത്ഥികളുടെ പരാതി ആർക്കെങ്കിലും റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ഒരു വിഷയം ബഹുമാനപ്പെട്ട പോലീസ് അന്വേഷിക്കണം. പരാതി ചോദിക്കണം. പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി വ്യക്തമായിട്ട് എഴുതിയെടുത്തിട്ട് അത് അന്വേഷിച്ച് സത്യസന്ധമാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് TV ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും പരസ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ചെയ്യുമ്പോ മറ്റുള്ള കുട്ടികൾ, റാഗിങ്ങിന് ചിന്തിക്കുന്ന കുട്ടികൾ ഒരിക്കലും ചിന്തിക്കില്ല. അവരുടെ ഭാവി ഇല്ലാതാവണം. അവരുടെ സർട്ടിഫിക്കറ്റ് ഡിസ്മിസ് ചെയ്യണം, സർട്ടിഫിക്കറ്റ് കീഴ്ച കളയണമെന്നാണ് ഞാൻ പറയാ. അല്ലെങ്കിൽ അവരെ റെഡ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ലോകത്ത് എവിടെ പോയാലും അവർക്കൊരു ജോലിയും കിട്ടാതിരിക്കണം. അതിനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരും പോലീസും ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ റാഗിങ്ങിന് ഒരു പരിധിവരെ റാഗിങ് ഇല്ലാതിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പേടിയുണ്ടാകും, നമ്മുടെ ഭാവി ഇല്ലാതാവും. നമ്മൾ എന്ത് കോടികൾ നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ട് എന്താ കാര്യം?
നല്ലൊരു പേരും പെരുമയും നമ്മൾക്ക് വേണം. ഓരോ സ്വപ്നങ്ങൾ MBBS, നമ്മൾ ഡോക്ടറേറ്റ് നേടണം, നമ്മൾ ഡോക്ടർ ആവണം, നമ്മൾ പോലീസ് ആവണം, നമ്മൾ ഇന്ന വകുപ്പിൽ കയറണം എന്ന ചിന്തയുള്ള ഓരോ വിദ്യാർത്ഥികൾ അനാവശ്യമായി താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ റാഗിംഗ് ചെയ്യുന്നവരുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാവുമെന്നുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ നാളെ റാഗിംഗ് സംഭവിക്കുമോ? ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ട് ഓരോ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ കോളേജിൽ ഒറ്റയടിക്ക് ഒരു കോളേജിൽ 3000 പേരുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മീറ്റിംഗ് വെക്കണമെന്നില്ല. എത്ര പേരെ ഒറ്റയടിക്ക് മീറ്റിംഗിൽ സംഘടിപ്പിക്കാൻ പറ്റും അത്രയും പേരെ. അതേപോലെ പല ഘട്ടങ്ങളിലായി ഓരോ ഹൈസ്കൂളുകളിലും ഓരോ കോളേജുകളിലും ഓരോ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പരാതികൾ ചോദിക്കണം. വല്ല പരാതിയുണ്ടോ എന്ന് മീറ്റിംഗ് വെച്ചുകൊണ്ട് പരാതികൾ ചോദിച്ച് അതിൽ പരാതികളുണ്ടെങ്കിൽ ആ പരാതി നമ്മൾ എഴുതിയെടുത്ത് അതിലെ അന്വേഷണം നടത്തി സത്യസന്ധമാണെങ്കിൽ ആ തെറ്റുകാർക്കെതിരെ ശക്തമായ റാഗിംഗ് നടത്തുന്നവർക്കെതിരെ അല്ലെങ്കിൽ റാഗിംഗ് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റാഗിംഗ് ഇല്ലാതാവും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികൾ വരുമ്പോ കള്ള പരാതി പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും അല്ലെ? ആർക്കെങ്കിലും ഏതെങ്കിലും ആളുകൾക്കെതിരെ എന്താ പറയാ സീനിയോറിറ്റിയുള്ള വിദ്യാർത്ഥികളുടെ മേൽ ദേഷ്യം വന്നിട്ട് ഇവനക്കൊരു പണി കൊടുക്കണം അല്ലെങ്കിൽ ഇവർക്കൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് കള്ളപ്പരാതി പറയുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെയും ആ സ്കൂളിൽ നിന്നും പുറത്താക്കണം. സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നവര് സത്യമാണെങ്കിൽ ആ സത്യത്തെ സത്യമായി കണ്ടുകൊണ്ട് അന്വേഷണം നടപ്പിലാക്കി റാഗിംഗ് ചെയ്യുന്നവരെ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിന്റെ ഓരോ വീട്ടിലും സമാധാനമുണ്ടാകും. ഓരോ രക്ഷിതാക്കളും സമാധാനത്തോടെ അന്തിയുറങ്ങും. ഓരോ കൂടപ്പുറപ്പുകളും കേരളത്തിന് ഓരോ വീട്ടിലും സമാധാനത്തോടെ അവർ ജീവിക്കേണ്ട സാഹചര്യങ്ങൾ അവർക്കുണ്ടാകും. അവർക്ക് ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ ബഹുമാനപ്പെട്ട സർക്കാരിനും പോലീസിനുമാണെന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ ജനമൈത്രിയാണ് പോലീസിലെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിന് ബഹുമാനപ്പെട്ട പോലീസ് സംവിധാനം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. പല വിവാദങ്ങളിലൂടെയും പല മേഖലകളിലൂടെയും പല കാലത്തും കടന്നുപോയിട്ടുണ്ടെങ്കിലും ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായ ബഹുമാനപ്പെട്ട കേരള പോലീസിലുണ്ട്. ആ പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഓരോ ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ കോളേജുകളും ഓരോ ഹൈസ്കൂളുകളും ഓരോ പ്രൈവറ്റ് കോളേജുകളും പ്രൈവറ്റ് ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തമായ ശക്തമായ അന്വേഷണം നടപ്പിലാക്കി മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ വല്ല പരാതികളുണ്ടെങ്കിൽ ആ പരാതി സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തി റാഗിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഓരോ ജില്ലകളിലും സമാധാനത്തോടെ അന്തിയുറങ്ങാൻ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ കുടുംബത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിൽ എവിടെയും റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ. റാഗിംഗ് നടത്തുന്നവരെ നമ്മൾ ആ വിദ്യാലയത്തിൽ നിന്ന് ആ പഠിക്കുന്ന സംവിധാനത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിനെ റെഡ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ കോളേജുകളിലും ഓരോ ഹൈസ്കൂളുകളിലും ഓരോ ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും എല്ലാ ഹൈസ്കൂളുകളിലും വലിയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ പോയി മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നല്ല രീതിയിൽ കേട്ടുകൊണ്ട് ആരെങ്കിലും റാഗിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ 14 ജില്ലകളിലും റാഗിങ്ങിന്റെ പേരിൽ സമാധാനം കിട്ടും. ഇത് നല്ല രീതിയിൽ കേരളം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള 27 സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളും അതിനെ ഏറ്റെടുത്തുകൊണ്ട് അവരും അവരുടെ സംസ്ഥാനങ്ങളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ രാജ്യത്തിനകത്ത് റാഗിംഗ് തന്നെ വളരെ കമ്മിയാവും എന്ന ഒരു ചിന്ത എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ്. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പുറത്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ എല്ലാം നമ്മൾക്ക് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും അതിലുപരി മനുഷ്യരാണ്. മനുഷ്യരുടെ നമ്മുടെ എന്താ പറയാ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും ഒരിക്കലും ജീവിക്കുള്ള ഒരു യാത്രയാണ്. നമ്മൾ ജനിച്ചുപോയി ഒരു ചെറിയൊരു യാത്ര, ആ യാത്രയിലാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. യാത്ര അവസാനിക്കേണ്ട ഒരു സമയമുണ്ട്, അവസാനിക്കും. നമ്മൾക്കൊക്കെ ഒരു മരണമുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ മക്കളായി നമ്മൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ. സമൂഹത്തിന് ഉപകാരപ്രദമായ അധികാരികളും പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ നമ്മളൊക്കെ എല്ലാവരും പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടിയും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റാഗിംഗ് സംവിധാനത്തിലെ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന റാഗിംഗിന്റെ വിഷയം കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓരോ ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും ഉന്നത അധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ഈ സബ് ഇൻസ്പെക്ടർ മുതൽ SHO DYSP SP പോലുള്ള അധികാരികൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി നല്ല രീതിയിലുള്ള റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൽ റാഗിംഗിന്റെ വിഷയത്തിൽ നല്ലൊരു
ഒരു വഴിത്തിരിവാകും. ആരും റാഗിംഗ് ചെയ്യാതിരിക്കും. ഇത് രാജ്യം മാതൃകയാക്കും എന്ന സന്തോഷത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.